മണ്ഡലപൂജയ്ക്ക് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താൻ വേണ്ടിയുള്ള തങ്കയങ്കി രഥഘോഷയാത്ര ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് ഇപ്പോൾ പുറപ്പെട്ടിട്ടുണ്ട്. രാവിലെ 5 മണി മുതൽ തന്നെ ഭക്തജനങ്ങൾക്ക് തങ്കയങ്കി ദർശിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടിയുള്ള ക്രമീകരണം ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ക്രമീകരിച്ചിരുന്നു. ഏതാണ്ട് 2 മണിക്കൂർ നീണ്ട ഭക്തജനങ്ങളുടെ ദർശനത്തിന് ശേഷം തങ്കയങ്കി രഥഘോഷയാത്ര ഇപ്പോൾ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. ആചാരപരമായി വിവിധ ക്ഷേത്രങ്ങളിലെ സ്വീകരണം ഏറ്റുവാങ്ങി രഥഘോഷയാത്ര 26-ാം തീയതി ഉച്ചയോടുകൂടിയായിരിക്കും പമ്പയിലെത്തുക. ശരംകൊത്തിയിൽ നിന്ന് വൈകിട്ടോടുകൂടി സന്നിധാനത്ത് എത്തുന്ന തങ്കയങ്കി ദേവസ്വം ബോർഡ് പ്രസിഡന്റും മറ്റ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും അടക്കമുള്ള ആളുകൾ ചേർന്ന് അത് സ്വീകരിക്കുകയും പിന്നീട് ദീപാരാധന നടത്തുകയും ചെയ്യും. ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലകാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് തങ്കയങ്കി രഥഘോഷയാത്ര. ഈ തങ്കയങ്കി രഥഘോഷയാത്രയാണ് ഇപ്പോൾ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്നത്. വിവിധ ക്ഷേത്രങ്ങളിലെ സ്വീകരണം ഏറ്റുവാങ്ങി ഓരോ ദിവസവും ക്ഷേത്രങ്ങളിൽ തങ്ങി 26-ാം തീയതിയോടുകൂടിയായിരിക്കും ശബരിമലയിലേക്ക് എത്തുക. 27-ാം തീയതി രാവിലെ 10:10-നും 11:00-ഓടുകൂടിയായിരിക്കും മണ്ഡലപൂജ. അപ്പോൾ അത്തരത്തിൽ ഈ ശബരിമല മണ്ഡലകാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. വലിയ സുരക്ഷ ഒരുക്കിയാണ് കൊണ്ടുപോകുന്നത്. ഏതൊക്കെ രീതിയിലാണ് ക്രമീകരണം? നമ്മൾ ഒരു DSPയുടെ ചുമതലയുള്ള ഒരു ടോട്ടൽ 30 പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, പ്ലസ് ഒരു ഇൻസ്പെക്ടർ, പ്ലസ് 3 സബ് ഇൻസ്പെക്ടർമാർ, പ്ലസ് ആംഡ് ഗാർഡും ഉണ്ട്. അവർ ഓട്ടോമാറ്റിക് വെപ്പണാണ് വെച്ച് സുരക്ഷ കൊടുക്കുന്നതാണ്. അപ്പോൾ ത്രൂഔട്ട് 4 ദിവസമോ നമ്മുടെ പോലീസ് ടീം ഇതോടൊപ്പം തന്നെ ഉണ്ടാകും. 24 hours കനത്ത സുരക്ഷയിലായിരിക്കും. അതെ 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 ത്രൂഔട്ട് നമ്മൾ സന്നിധാനത്ത് എത്തുന്നവരെ നല്ല ഒരു സുരക്ഷ ക്രമീകരണം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കി പോലീസിന്റെ കനത്ത ബന്ദോബസ്തിലാണ് തങ്കയങ്കി രഥഘോഷയാത്ര കടന്നു പോകുന്നത്. അങ്ങനെ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. ഭക്തർക്ക് പോകുന്ന വഴിയിൽ തങ്കയങ്കി കാണാനും ദർശിച്ച് ദർശനം നടത്താനുള്ള ക്രമീകരണമുണ്ട്. സന്നിധാനത്ത് എത്തുന്നവരെ 24 മണിക്കൂറും ഈ പറയുന്ന ക്ഷേത്രങ്ങളിൽ ഇത് സൂക്ഷിക്കുമ്പോൾ അവിടെയും പോലീസിന്റെ കനത്ത സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ കൂടിയാണ് ഉന്നത ഉദ്യോഗസ്ഥരടക്കം പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.